ഈ അനുഭവം പഴയ എടവണ്ണയുടേതാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശ പ്രബോധനം കൊണ്ട് തിളക്കമാർന്ന പുതിയ എടവണ്ണക്കും പുതിയ ചില സംഭവങ്ങൾ പറയാനുണ്ട്. മുണ്ടേങ്ങര, എടവണ്ണക്കടുത്ത പ്രദേശം. കെട്ടിച്ചയച്ച പെൺകുട്ടി ഭർത്തൃവീട്ടിൽ പോകുന്നില്ല. കാരണമെന്താണെന്നുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ മൗലവി വിഭാഗത്തിലെ ശക്തനായ വക്താവും യുവജന വിഭാഗം നേതാവുമായ ജമാൽ ചെറുവാടി പെൺകുട്ടിയുടെ പ്രശ്നം ജിന്ന് കയറിയതാണെന്ന് കണ്ടെത്തുന്നു. 17-കാരിയായ പെൺകുട്ടിയെ ജമാലിന്റെ ചെറുവാടിയിലുള്ള ജിന്ന് ചികിത്സാ കേന്ദ്രത്തിലെത്തിക്കുന്നു. തുടർന്ന് ജിന്നിറക്കലും അടിക്കലും തൊഴിക്കലുമായി നടന്ന സംഭവങ്ങൾ പെൺകുട്ടിയുടെ പിതൃ സഹോദരൻ കൂടിയായ എ അബ്ദുൽ അസീസ് മദനി വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ, അവളെ മുണ്ടേങ്ങര നൗഷാദ് എന്ന് പറയുന്ന ഒരാൾ വിവാഹം കഴിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ നൗഷാദ് അവളെ സംബന്ധിച്ച് പല പ്രചരണങ്ങളും നടത്തി. ഏറ്റവും പ്രധാനമായി അവൻ ആരോപിച്ചത് ഭർത്താവിനെ അവൾ അനുസരിക്കുന്നില്ല, അവൾക്ക് മാനസികമായ അസുഖമുണ്ട് എന്നതായിരുന്നു. അങ്ങനെ ആദ്യം ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞത് അവൾക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നമല്ല, പക്വത എത്തിയിട്ടില്ല, അത് പ്രശ്നമാക്കണ്ട എന്നും പറഞ്ഞ് വിട്ടു. വീണ്ടും ഒരു ഡോക്ടറെ സമീപിച്ചു. ആ ഡോക്ടറും അതേ മറുപടി തന്നെയാണ് പറഞ്ഞത്. പിന്നീട് കൗൺസിലിങ്ങിന് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് ജമാൽ ചെറുവാടിയുടെ വീട്ടിലേക്ക് ഇവളെ കൊണ്ടുപോയി. ആ സമയത്ത് അവളുടെ ഉമ്മയും അവളുടെ ഉപ്പയും കാറിൽ കയറി. അപ്പോൾ ഈ ഭർത്താവ് അവരോട് കുറെ നിങ്ങൾ പോരേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അവർ കാറിൽ കയറി പോയി. അങ്ങനെ ജമാൽ ചെറുവാടിയുടെ ആ വീട്ടിൽ എത്തി. അവരെത്തിയ ഉടനെ ഉമ്മയെ കിച്ചണിലേക്ക് പറഞ്ഞയച്ചു. അവളുടെ ഉപ്പയെ പുറത്ത് നിർത്തുകയും ചെയ്തു. എന്നിട്ട് ഈ ജമാൽ ചെറുവാടിയും അതുപോലെ ഇവളുടെ ഭർത്താവും ഇവളും മാത്രം ആ റൂമിൽ കതവ് കൊട്ടിയടച്ചു. എന്നിട്ട് കുറെ അടിച്ചു. ഇവിടെ 2 സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ 2 സംഭവങ്ങളുടെയും മുന്നിൽ എടവണ്ണ ജമീല ടീച്ചർ തന്നെ എന്തു പറയണമെന്ന് സൂചിപ്പിക്കുകയാണ്. ചെറുവാടി ചെന്ന് വീട്ടിൽ നമുക്ക് പരിചയമുള്ള ഒരാളെ വീട് തന്നെയാണ്. ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവര് ബെഡ്റൂമിൽ ഒരു ഭർത്താവും ഈ കുട്ടിനെയും ഇയാളും ചെയ്യുന്ന പറഞ്ഞ ഒരാള് പറഞ്ഞ ഡോക്ടർ എന്ന് പറഞ്ഞത് ശരിയല്ല. അയാള് വീട്ടിൽ കൊണ്ട് ഇയാളെ വായിലടിച്ചിട്ട് ഈ കുട്ടീനോട് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഭർത്താവ് പൊക്കി പിടിച്ചിട്ട് കൈ ഇങ്ങനെ വിരലിങ്ങനെ അനക്കാൻ പറഞ്ഞു. ഞാൻ ഈ കുട്ടികളെ നേരിട്ട് ചോദിച്ചറിഞ്ഞതാണ് ഈ വിഷയമൊക്കെ. സംഗതി കേട്ടപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരാൾ പറഞ്ഞ് വിശ്വസിക്കാൻ ഭർത്താവ് കൈ ഇങ്ങനെ വെച്ച് വിരലിളക്കാൻ പറഞ്ഞു. ഈ ചികിത്സിക്കുന്ന ആള് ഈ കുട്ടിന്റെ കാലിന്റെ തുടക്കും കയ്യിനും തുടക്കും കയ്യും. സാധാരണ സുന്നി മൂലയാക്കന്മാര് ചൂരലോണ്ട് അടിക്കുള്ളൂ, ഒരു അന്യസ്ത്രീയെ സ്പർശിക്കൂല. ഇത് ശരിക്കും സ്പർശിച്ചുകൊണ്ടാണ് അടിക്കുന്നത്. അടിച്ച് ഈ കുട്ടീന്റെ ഭയങ്കരമായ കരച്ചിൽ കേട്ടപ്പോ ഈ കുട്ടിന്റെ ഒപ്പം ഒരു പച്ച പാവം മനുഷ്യനാണ്. കാലിന് ആദ്യ സ്വാധീനമില്ലാത്ത ഒരാള്, പിന്നെ ഒരു അപസ്മാര രോഗിക്ക് പിന്നെ പറയാനൊന്നുള്ള ഒരു തൻ്റെ ഇടമില്ല. ഇയാളവിടെ സിറ്റൗട്ടില് തലമിന്നി വീണ് തന്നെ ഭാര്യ അടുക്കളയിൽ വീണ്. ഏതായാലും കുറച്ച് തകരാറുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ അടുത്തുണ്ട്. ഒരു കരച്ചിൽ കേൾക്കുമ്പോൾ അവർക്ക് വാതിൽ ചവിട്ടി തുറപ്പിച്ചാൽ മതിയായിരുന്നു. അവരൊന്ന് നിന്ന് കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കുമ്പോ ഈ കുട്ടിയുടെ ശരീരം ആകെ ആക്കാപ്പാടങ്ങനെ പാടുകള്. കുട്ടിക്ക് ശരിക്കും എഴുന്നേക്കാൻ തന്നെ കഴിയണില്ല, വാഹനത്തിക്കൊന്ന് കയറാനോ. പിന്നെ കുട്ടികളെ കുറിച്ച് വാഹനത്തിലൊക്കെ കയറ്റി അവർ തിരിച്ചു കൊണ്ടുവന്നു. ഇവൻ പറയണത് ഈ ചികിത്സ ചെയ്ത ആളിനോട് അത് വിളിച്ചു ചോദിച്ചപ്പോൾ പറയണത് അവരതിന്റെ വീട്ടിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ചാൽ പോകുന്നതാണ്.
അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ വാപ്പന്റെയും ഉമ്മന്റെയും അതൊരു തകരാറന്നെ. ഇത്തരം സംഭവിച്ചിട്ട് വീണ്ടും വീട്ടുന്ന ഒരു ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഇതല്ലല്ലോ. അത് കുറച്ച് തകരാറ് അവരെടുത്തുണ്ട്. കുറച്ച് അന്ധവിശ്വാസം അവർക്കും ഉണ്ടാവണം. ഈ ഇങ്ങനെ ഉണ്ടോന്നുള്ള എങ്ങനെയും മാറട്ടെ എന്നുള്ള ചിന്താഗതി ചിലപ്പോൾ അവർക്കുണ്ടായിട്ടുണ്ടാവണം. ഒന്നാവുമല്ലോ. ഏതായാലും ഒരു വാഹനത്തിൽ ഇവിടെ കൊണ്ടുവന്ന് പിറ്റേ ദിവസം അയൽവാസികളെ വിളിച്ച് കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു പോലീസിൽ കേസ് കൊടുക്കാൻ. പക്ഷെ അപ്പോഴേക്ക് ഇവന്റെ ഭർത്താവിന്റെ ഉമ്മയും പിന്നെ ഈ ചെയ്ത ആള് ചെറുവാടിയിൽ നിന്നുള്ള ഇയാളും ഈ ഭർത്താവിന്റെ ഉമ്മയും ഭർത്താവും കൂടി വന്നിട്ട് ഇവരെ കാല് പിടിച്ച് മാപ്പി ചോദിച്ചതാണ്. ഇനി മേലിൽ സംഭവിക്കൂല, ഇനി വിഷയാക്കല്ലേ കാരണം മാപ്പി ചോദിച്ച്. അപ്പൊ ഒരു പിന്നെ കേസൊന്നും കൊടുത്തില്ല. ഒരു പെൺകുട്ടിന്റെ കാര്യമല്ല, ഇങ്ങനെയൊക്കെ വഷളത്തരല്ലേ എന്ന് കരുതി അവര് ക്ഷമിച്ചു.